the sons of gods fell in love with the daughter of men. ഇതാണ് എഴുതി വെച്ചേക്കുന്നത് നിങ്ങളുടെ ബൈബിളിനകത്ത്. യെസ്, ദ സൺസ് ഓഫ് ഗോഡ് ഫെൽ ഇൻ ലവ് വിത്ത് ദി ഡോട്ടർ ഓഫ് മെൻ. നമ്മൾ ഗോഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹയർ ഗോഡ്സ് എന്ന് പറയുന്നത് ഒരു നമ്മളെക്കാട്ടിയും വലിയൊരു ടെക്നോളജി ഉള്ള സ്പീഷീസ് ആരാണോ അത്രേ ഉള്ളൂ. ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ദൈവമോ ജീസസോ ക്രിസ്ത്യനോ ഒന്നും ആണെന്ന് നമ്മൾ പറയുന്നില്ല. അവർക്ക് മനുഷ്യപുത്രിമാരെ കണ്ടിട്ട് ബ്രീഡ് ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ക്രോസ് ബ്രീഡിങ് നടന്ന് ക്രോസ് ബ്രീഡിങ്ങിൽ ഉണ്ടാവുന്ന കുട്ടികളെല്ലാം വളരെ ഭയാനകവും വിരൂപരും അല്ലെങ്കിൽ ഭയങ്കര ശക്തിമാനും അല്ലെങ്കിൽ ഭയങ്കര സുന്ദരന്മാരുമായി തുടങ്ങി. ഇത് ഹൈലി വേരിയബിൾ. എന്നിട്ട് ഇവരെ ആളുകൾ ഒരു പേര് വിളിക്കാൻ തുടങ്ങി, ദ നെഫിലിംസ്. ഹിന്ദുയിസത്തില് ഇതേ കഥയുണ്ട്. മനു. യെസ്, മനു എന്ന് പറയുന്ന ആള്. മനു ആരാണെന്ന് അറിയാവോ? ഹീസ് ദ ഫസ്റ്റ് മാൻ. മനു. ഓക്കെ. മാൻ എന്ന് പറയുന്ന വാക്ക് തന്നെ സംസ്കൃതത്തിൽ നിന്ന് മനു എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ആ മനു തന്നെയാണ് മലയാളത്തിൽ മനുഷ്യൻ എന്നായത്. സോ മനു ഈസ് ദ ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ് ഓൺ എർത്ത്. മനുവിന് മുന്നേ പല രീതിയിലുള്ള ക്രീച്ചേഴ്സ് ഉണ്ടെന്നും ഹിന്ദുസത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ക്രീച്ചേഴ്സിന്റെ പേരെന്തൊക്കെയാണെന്ന് അറിയാവോ? ഗന്ധർവാസ്, അപ്സരാസ്, നാഗാസ്, ചൂരാസ്, അസുരാസ്, ദേവാസ്, ഇതുപോലുള്ള ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നു.